ചെറിയ പ്രായത്തിൽ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ വിസിറ്റിംഗ് കാർഡ് എത്ര നീളം വീതി ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 1.5 ഇഞ്ച് 3 ഇഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനത് നോട്ട് ചെയ്ത് വെച്ചു. 1.5 ഇഞ്ച് 3 ഇഞ്ച് ഉണ്ടല്ലോ. ഇത് കഴിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയോ, സ്കൂളിൽ നിന്ന് ടീച്ചർ ഇവനെ ഒരു ബോർഡിലൊരു വര വരച്ചിട്ട് ഇത് ഏകദേശം എത്ര നീളം ഉണ്ടെന്ന് ചോദിച്ചു. ഇവനെ പണ്ട് പറഞ്ഞു 12 ഇഞ്ച് ഉണ്ട്. ടീച്ചർ വെച്ച് ഇതെങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയെന്ന് ചോദിച്ചു. ടീച്ചർ ഇവൻ പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ, അച്ഛൻ്റെ വിസിറ്റിംഗ് കാർഡ് 3 ഇഞ്ച്, ഇത് 4 വെക്കേണ്ട 1 ഉള്ളൂ എന്ന് പറഞ്ഞു. കേട്ടില്ലേ? അപ്പോൾ ഇതിലൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കേസ് ആയിട്ട് എന്താണെന്നറിയോ, അച്ഛൻ്റെ വിസിറ്റിംഗ് കാർഡിൻ്റെ നീളം ഏതെങ്കിലും പരീക്ഷയ്ക്ക് വരുമോ? എവിടെയെങ്കിലും ഒരിക്കലും ഒന്നും വരില്ല. പക്ഷെ ഇത് പഠിച്ചത് കൊണ്ട് എന്തായി, നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമ്മൾ പഠിക്കുന്ന എല്ലാ സാധനവും നമുക്ക് ആവശ്യത്തിനെല്ലാം വരിക. കാരണം നമ്മളിപ്പോൾ ഒരു 12 ഇഞ്ചിൽ ഒരു സാധനം നമ്മളെന്താ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 ഇഞ്ചിൽ ഒരു സാധനം കണ്ടാൽ നമുക്ക് പറഞ്ഞുകൂടാ അത് ഏകദേശം ഒരു 12 ഇഞ്ച് ഉണ്ടാവും അല്ലേ? അപ്പോൾ ശരിക്കും ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ ആൾ മാറി 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 പിന്നെ ഏത് രീതിയിലേക്ക് എങ്ങനെ ഇങ്ങനെ എത്തിപ്പെട്ടു എന്ന് ഞാൻ പോലും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൻപുറങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും അച്ഛന്മാർ ചെയ്യുന്ന ഒരു പക്ഷേ അത് മരപ്പണിയാവാം, അല്ലെങ്കിൽ എന്ത് ജോലിയാവാം, അവിടെ മക്കളെ കൊണ്ടുപോയി ആ പണി പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം അച്ഛന്മാരെ ചെയ്യാറുള്ളൂ. വളരെ ചുരുക്കം. ഒരു പക്ഷേ ആ കുട്ടികൾക്കാണെങ്കിൽ പോലും അതൊരു എന്താ പറയുക സ്റ്റാറ്റസിൻ്റെ പ്രശ്നമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിലെ കുട്ടികളാണെങ്കിലും അതൊരു സ്റ്റാറ്റസ് എന്ന് ചിന്തിക്കുന്നതാണ്. കാരണം ഇതൊന്നും ഞാൻ ചെയ്യേണ്ട ജോലിയില്ല, ഞാൻ കുറച്ചൊരു വൈറ്റ് കോളർ ജോബിലോട്ടൊക്കെ പോകേണ്ടതെന്ന് ചിന്തിക്കുന്നത്. അവിടെ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായി കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു പക്ഷേ പല പാരൻസിനും ചേട്ടൻ പറഞ്ഞു കൊടുത്താൽ വളരെ ഭംഗിയായിരിക്കും. ഇതെങ്ങനെ അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിലൂടെ കുട്ടികളെ മാറ്റിയെടുക്കുന്നത്? ട്രെയിനിങ്ങിലൂടെ മാറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പഠിക്കലല്ല, ചെയ്ത് ശീലിക്കലാണ് ഏറ്റവും വലിയ വിഷയം. നിങ്ങൾ IT പോയിട്ട് ഒരു സംഭവം പഠിച്ചിട്ട് അത് സ്പാൻഡർ ടൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സ്പാൻഡറിന് 8 ബോൾട്ടും കിട്ടിയാലേ നമുക്ക് മനസ്സിലാവും ഇത് ടൈറ്റൊന്നും ആകുന്നില്ല, ഇത് തിരിച്ചിട്ട് കയറുന്നില്ല എന്നൊക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്ത് ശീലിക്കലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന സമയത്ത് ഇവൻ എന്ത് അരിയത്ത് വന്നാടിയിരിക്കും. എല്ലാ ആൾക്കാരും എന്താ പറയാന്നറിയോ, ഇതാ മോനെ അടുത്ത മുറിയുവേ, എല്ലാം എടുത്താൽ പൊട്ടിപ്പോവേ അല്ലേ? ഞാൻ നേരെ അവനോട് എന്താ പറയുന്നറിയോ, മുറിഞ്ഞാലേ അവൻ പഠിക്കൂ അല്ലേ? ഒരു തീ നമുക്ക് പൊള്ളുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്ന എപ്പോഴാ, പൊള്ളിക്കഴിഞ്ഞാലാ അല്ലേ? അതിൻ്റെ വേദന നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത്, പൊള്ളിക്കഴിഞ്ഞാലാ. വേറെ ആൾ പൊള്ളുമെന്ന് പറയാമെന്നല്ലാണ്ട് ഇത് പൊള്ളുന്ന അനുഭവം നമുക്ക് വേണ്ടേ അല്ലേ? അപ്പോൾ ഇതേപോലെ ഞാനെന്ത് ചെയ്യുന്നതെന്നറിയോ, എല്ലാം അവനെ കൊണ്ട് ചെയ്യും. മുറിയുന്നുണ്ടെ മുറിയട്ടെ, പൊളിയുന്നുണ്ടെ പൊളിയട്ടെ, പൊട്ടുന്നുണ്ടെ പൊട്ടട്ടെ അല്ലേ? എങ്കിലേ അനുഭവം വരുള്ളൂ. അങ്ങനെ ഞാൻ ഓരോ സംഭവം ചെയ്യുമ്പോൾ ഇവനെ എഴുതി വരും. ഞാൻ പറയാം അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യും. പിന്നെ നോക്കുമ്പോൾ എന്താണെന്ന് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇവൻ വന്നിട്ട് അടിക്കും, ചെറുത് തന്നെ. അപ്പോൾ ഒരു ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഞാൻ കട്ട് ചെയ്തോ കേട്ടെ, ഞാൻ പറയുന്നത് കട്ട് ചെയ്തോ അല്ലേ? അപ്പോൾ ഈ കട്ടർ മെഷീൻ എന്നൊക്കെ പറയുന്നത് ഒന്ന് പാളിയാൽ ചിലപ്പോൾ എല്ലാം ഹെവി കട്ടിങ് ആണ്. പക്ഷെ എന്നാലും ഞാൻ ചിന്തിക്കുന്നത് അവന് താല്പര്യമില്ലാതെ അവൻ ശ്രദ്ധിക്കും അല്ലേ? ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കുറച്ച് വണ്ണം വെച്ചു എല്ലാം പഠിച്ചു ആ സമയത്ത് കട്ട് ചെയ്യുമ്പം കൈപോയാലും തീരും അല്ലേ? അപ്പോൾ എനിക്ക് തോന്നി ഇവനെല്ലാത്തിനും ഒരു ബോധമുണ്ട്, ചെയ്യുമെന്നുള്ള ബോധം വന്നപ്പോൾ പിന്നീട് ഇപ്പം എന്താ എൻ്റെ പരിപാടി, ഞാനിങ്ങനെ ക്യാമറ പിടിക്കും, എല്ലാവർക്കും മൂപ്പിച്ച് ബോക്സ് അടിക്കലായി കഴിഞ്ഞാലും. ഇപ്പം ഒരു കൊല്ലത്ത് ഒരു 15,000 വാട്ട്സ് സൗണ്ടുകളുണ്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ട്, അത് അവിടെ അടിച്ചു വെച്ചിരിക്കുക. അത് മൊത്തം അടിച്ചത് ഇവനാണ്. ഞാൻ വീഡിയോ ക്യാമറ എടുത്തിട്ട് നമുക്ക് യൂട്യൂബിൽ ഇടണമല്ലോ, ഞാനിതിനെ ഇങ്ങനെ ചെയ്യുകയെന്നല്ലാതെ ഉള്ളടിക്കുന്നതും അച്ഛനൊട്ടിക്കുന്നതും എല്ലാം ഇപ്പം തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും ചെറിയ ബോക്സ് കണ്ടുപിടിച്ച ഞാനും മോനോ. പ്രൊഫഷണൽ പരിപാടി കിട്ടുന്ന ലോകത്ത് ഏറ്റവും ചെറിയ ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയല്ല, സൗണ്ട് ബോക്സ്. അപ്പോൾ അത് നമ്മൾ നിങ്ങളിപ്പോൾ ചെറുതെന്ന് പറയുമ്പോൾ ഇത്രയും ചിന്തിക്കുക, അത്ര അങ്ങനെയല്ല ചെറുത്. നമ്മൾ പ്രൊഫഷണൽ പരിപാടി കിട്ടുന്ന ബോക്സ് ആകെ 6 ഇഞ്ചേ ഉള്ളൂ. ഒരു ഇത്ര വലിപ്പമേ ഉള്ളൂ. 6 ഇഞ്ച് എത്രയും മാനുണ്ടായി 6 ഇഞ്ച് 8 ഇഞ്ച്. ആ 6 ഇഞ്ച് 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര തള്ളുമെന്നറിയോ നിങ്ങൾ? അതാണ് ഏറ്റവും വലിയ സംഭവങ്ങൾ. ഒരു 4 ബോക്സ് ഇട്ടാൽ ഒരു 600 വാട്ട്സോളം തള്ളൂ, 4 ബോക്സ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വലിയ എല്ലാം ഞാൻ ശരിക്കും എന്താ സംഭവം, ഇതിൽ ഒരു സംഭവം എന്താണെന്നറിയാം. ഞാനും മോനും കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 12, 1 മണി, 2 മണി, 3 മണി വരെ ചിലപ്പോൾ ഉറങ്ങൂല. കാരണം ഞാനും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാകാം. എന്താ സംഭവം, അച്ഛാ ഇത് ബോക്സ് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഇങ്ങനെ പ്രശ്നം വരും, ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്രശ്നമാണ്. അപ്പം മോൻ പറയും എന്നാലും കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ നമ്മൾ ഈ സ്പീക്കർ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയത് പോലും കമ്പനി വരെ ഇതുവരെ ഇറക്കാത്ത സ്പീക്കറാണ്. അടിപൊളി. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് കമ്പനി ഉണ്ടാക്കിയത്? സ്പീക്കർ നമ്മൾ ഉണ്ടാക്കിയതാണ്. ശരി. വേറെ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളാക്കി ഉണ്ടാക്കിയെടുത്ത സാധനമാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സംഭവം. ഞാൻ ഒരു രഹസ്യം ചോദിക്കട്ടെ, അച്ഛൻ്റെ ഒപ്പം ജോലിക്ക് പോയി കഴിഞ്ഞാൽ പൈസ കിട്ടുമോ? അത് എനിക്കിപ്പോ എനിക്ക് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങള് അച്ഛൻ തരുന്നുണ്ട്. അല്ല എന്നാ ശമ്പളം ഒരു സൗണ്ട് എഞ്ചിനീയറല്ലേ കൂടെ വരുന്നത്, സൗണ്ട് എഞ്ചിനീയറിന്റെ ഒരു ശമ്പളം തരാറുണ്ട് അച്ഛൻ? അതെല്ലാം പരിപാടി പോയി കഴിഞ്ഞാലും എനിക്ക് ഒരു പൈസ തരുന്നുണ്ട്. അതിപ്പോ എന്ത് ചെയ്യും ആ പൈസ? പൈസ അക്കൗണ്ടിലും ഇപ്പൊ നമ്മളെ സൗണ്ടിന്റെ ആവശ്യത്തിനാണെങ്കിൽ അതിനെടുക്കും, വീടിന്റെ ആവശ്യത്തിന് എക്യുപ്മെന്റ്സ് വാങ്ങാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മളെ വീട്ടിലെ ഒരു ജീവിത രീതികളും മാറ്റാണ്. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപ വന്നെന്ന് വെച്ചോളൂ. ആ 10,000 രൂപ വന്നാൽ ഞാൻ
എൻ്റെ കയ്യിൽ വെച്ച് മോന് കൂലി കൊടുക്കൽ അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാനത് ചോദിച്ചത് ശരിയാണ്. പക്ഷെ എൻ്റെ രീതി എന്താണെന്ന് അറിയോ, ആ 10,000 ഞാൻ മോനെ എടുത്ത് പറയും, മോനെ അതാണ് വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ ആവശ്യത്തിന് എൻ്റെ ആവശ്യത്തിന് പോലെ എടുക്കും, അവൻ്റെ ആവശ്യത്തിന് എടുക്കും. എല്ലാം ഇങ്ങനെ ചെയ്യാൻ. ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് പൈസ എടുക്കാൻ നമുക്കത് ചെയ്യാം. അല്ലാതെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വേറെ തന്നെ വെച്ച് മോൻ അങ്ങനെ കൊടുത്തല്ലേ, മോന് വേറെ കൂലി എടുത്തു, പിന്നെ അങ്ങനെയില്ല. നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേസമയം ഓനെ എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, അച്ഛാ പൈസ വേണ്ട, അച്ഛൻ അതൊക്കെ ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മൾ എവിടെ പോയാലും 15 വയസ്സുള്ള ആവശ്യമില്ല. കാലത്ത് പോയ കഞ്ഞി കാലത്തിലാണ്. 15ാമത്തെ വയസ്സിൽ വലിയൊരു സൗണ്ട് എഞ്ചിനീയർ പോസ്റ്റിലോട്ട് എത്തിയല്ലോ, ഓട്ടോമാറ്റിക്കലി വേറൊരു സംഭവങ്ങളും കൂടി ഉണ്ട്. കാരണം ഇവന്റെ ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പൈസ എല്ലാം എത്ര കയ്യിലുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് പൈസ അല്ല, ഒരു പീടിയിൽ പോയി എന്തൊക്കെ വാങ്ങിച്ച് അനാവശ്യമായിട്ട് കഴിക്കുക, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. എന്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഷോപ്പിൽ നിന്ന് എന്തൊക്കെ വാങ്ങിക്കുന്നുണ്ട്, അവിടെ നിന്ന് ഫോൺ എടുത്തിട്ട് എന്നെ വിളിക്കും, അച്ഛാ ഞാൻ ഇന്നത് വാങ്ങിക്കുന്നുണ്ടേ, ഞാൻ ആന്ന് പറഞ്ഞാലേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലായതുകൊണ്ട് അവൻ്റെ കയ്യിൽ എത്ര പൈസ കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല, അനാവശ്യമായിട്ട് കളയില്ല എന്നുള്ളൊരു. പക്ഷെ അത് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. എങ്ങനെയാ ഫാമിലിയിൽ ഭാര്യ, ഒരു മോളുണ്ട്, മോള് BSc നഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് എങ്ങനെ ഇതിനോടൊക്കെ താല്പര്യം എന്താണെന്നറിയോ, നമ്മളെ വീട്ടിലെല്ലാം ഏകദേശം എല്ലാ 99% വർക്കും ഞാനും ഭാര്യയും മക്കളും എല്ലാം കൂടെ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളൊരു ബോക്സ് എല്ലാം അടിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇനി ഒരു അതിനൊരു കവർ അടിക്കണം, കവർ അടിക്കാൻ ഞാൻ ഭാര്യയോട് പറയും ഒന്ന് അടിക്കോ. അപ്പോൾ കവർ അടിക്കാനുള്ള മെഷീൻ വാങ്ങിച്ചിട്ട് കൊടുത്തു, അത് അവൾ അതിൻ്റെ അകത്ത് അടിച്ചിട്ട് വരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ 4 ആളും ചേർന്നതാണ് നമ്മളിന്ന് ഇങ്ങനെ ഇവിടെ എത്താനുള്ളതും പല ചാനലിൽ നമ്മളെ കാണാനുള്ള ഒരു സംഭവമാണ്. എന്താവണം ആഗ്രഹം ജീവിതത്തിൽ? സൗണ്ട് എഞ്ചിനീയറിംഗിൽ തന്നെ ഈ ഒരു സൗണ്ടിന്റെ മേലെ തന്നെ പോകാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ബാക്കിയുള്ള മേഖലയിൽ അല്ല, അതിൽ വേറൊരു സംഭവം ഉണ്ട്. ഞാനിവനെ ഇനി എന്ത് പഠിപ്പിച്ചിട്ടോ, ഇനിയിപ്പോൾ ഡോക്ടറാക്കി വെച്ചിട്ട് അവിടെ നിന്ന് വേറെ ഇരുന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഇവനാണ് പോയി. അപ്പൊ അതുകൊണ്ട് ഇവനെ ഇനി വേറെ എന്തിലേക്ക് വിടാൻ ഞാൻ തയ്യാറാണെന്നല്ല, അവൻ പോവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളിൽ നിന്നും ഇവനെന്തോ ഒരു വിഭ്രാന്തിയാണ് സൗണ്ട്. എത്ര ദൂരം നിന്ന് ശബ്ദം കേട്ട് കഴിഞ്ഞാലും പറയാം, അച്ഛാ അത് അത് ഇന്നത്തെ കുറവ് ഹൈ അല്ലല്ലോ. ഓരോ സാധനവും ഒരിക്കൽ പറയാൻ പറയാം, അച്ഛാ അത് പരിപാടി പൊളിയും, ഒരു രക്ഷയില്ല. പക്ഷെ അത് അതുപോലെ ആയിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ സൗണ്ട് അങ്ങേറ്റം തലയിൽ കയറിയിട്ട് നിൽക്കുക. എവിടുന്ന് എത്ര ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് അപ്പോൾ പറയാം. സൗണ്ട് മേഖലയിൽ എന്താവണമെന്നാണ്? അതൊരു സിനിമയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ? അല്ല, ഈ ഒരു ലൈവ് സ്റ്റേജ് പ്രോഗ്രാം, അതുപോലെ തന്നെ DJ പ്രോഗ്രാം, ഇങ്ങനത്തെ കൂടുതൽ താല്പര്യം. DJ പരിപാടിയോട് താല്പര്യമുണ്ടോ? നമ്മളിപ്പം കുറെ DJ നമ്മൾ തന്നെ സൗണ്ടിന് DJ എടുക്കലുണ്ട്. അപ്പം ഈ ഒരു ലൈവ് സ്റ്റേജ് പ്രോഗ്രാമാണ് കൂടുതൽ താല്പര്യം. ഓക്കെ, അച്ഛൻ ഏകദേശം പാട്ട് പാടുന്നു എനിക്ക് തോന്നുന്നില്ലേ? ഒരു 2 പാട്ട് നമുക്ക് പാടില്ല, ഇഷ്ടമാണ്. അങ്ങനെ ചിന്തിക്കണ്ട, 2 പാട്ട് കൂടെ പിടിച്ചോട്ടോ. ശരി, 2 ഇഷ്ടമുള്ള പാട്ട്, പഴയ പാട്ടോ ഞാനങ്ങനെ വലിയൊരു ഗായകനൊന്നുമല്ല, പക്ഷെ എന്നാലും അറിയാം കുഴപ്പമില്ലാതെ അങ്ങനെ ഇങ്ങനെ പാടുന്നുള്ളൂ കേട്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വീശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. ഞാനത് എനിക്കൊന്ന് കറക്റ്റ് അല്ലാതെ കൊണ്ടൊന്നും എനിക്ക് ശ്രുതിയൊന്നും കറക്റ്റായി കിട്ടിയില്ല. കാരണം അത്യാവശ്യം ഇങ്ങനെ പറ്റി ധാരണ ഉണ്ടെന്നല്ലാതെ. സംഗീത ഉപകരണങ്ങളൊക്കെ സ്വന്തമായി പഠിച്ചതാണോ? അല്ല, സംഗീത എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രായത്തിൽ ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു സമയത്ത്, അതുകൊണ്ടാണ് വിദ്യാഭ്യാസം വരെ 8ാം ക്ലാസ് ആയിപ്പോയത്. പാസ്സായിട്ട് പഠിക്കേണ്ടുന്നതാണ് കഷ്ടപ്പാട് കൊണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഒരു 2 മാസമൊക്കെ തബലയ്ക്കും അതുപോലെ തന്നെ ഒരു 4-5 മാസം വയലിനൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ ശരിക്കും ഇതൊന്നും ഒരു 4-5 മാസം 2 മാസം ഒന്നും പോയാലൊന്നും എവിടെയും നമുക്ക് ആവില്ല. കാരണം 3-4 വർഷം വരെ വായിച്ചിട്ടുന്ന ഒരു പ്രോഗ്രാമിൽ നമുക്ക് വായിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു 3 മാസമൊക്കെ പഠിക്കുന്നപ്പോൾ വലിയ പ്രോഗ്രാമിനൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാഷൊക്കെ ഇന്ന് നമ്മളെ കുറച്ച് കാര്യം തന്നെയാണ്. ഇടയ്ക്ക് ചോദിക്കണം എന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണ് 8ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിന്ന് പോകാനുള്ള കാരണം എൻ്റെ കുടുംബത്തിൽ 7 മക്കളാണ്. 7 മക്കളുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ ചെറിയ പ്രായത്തിൽ തന്നെ, ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ മരണപ്പെട്ടു. പിന്നെ എൻ്റെ കുടുംബം നോക്കാൻ ആരും ഇല്ലാത്ത ഒരവസ്ഥ. ഇന്നത്തെ അല്ലല്ല, ഞാൻ എൻ്റെ മൂത്തയുടെ ഏട്ടനുണ്ട്. അപ്പോൾ മൂത്തയേട്ടൻ കാർപ്പൻട്രി വർക്കാണ്. ഈ ഒരു കാർപ്പൻട്രി വർക്ക് നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കണം, അതുപോലെ തന്നെ നമുക്ക് ബുക്ക് അത്യാവശ്യം വാങ്ങിക്കണം, അതിലൊക്കെ ആളുകളെ ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ
ജീവിതം കുറച്ചൊരു കഷ്ടപ്പാടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പട്ടിണി പോലും കിടന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് വിദ്യാഭ്യാസങ്ങൾ വരെ കട്ടായി. ബാക്കിയുള്ള സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാവരും SLC അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വലിയ വിദ്യാഭ്യാസം ഒന്നും ആർക്കും ജോലി ചെയ്താലേ മുന്നോട്ട് പോകണം എന്നുള്ള സാഹചര്യത്തിലോട്ട് എല്ലാവരും ഇപ്പം സാധാരണ നമ്മൾ കാർപ്പൻട്രി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കാം. അപ്പൊ എപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ ഒരു മാറി ചിന്തിക്കണം അല്ലെങ്കിൽ ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ചിന്തകളൊക്കെ എപ്പോഴും വന്നു തുടങ്ങി? ചിന്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഞാൻ എല്ലാത്തിനും കൃത്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പഠിക്കണം എന്നുള്ളത് മാത്രമല്ല, ഞാൻ എന്താണെന്ന് അറിയോ, ഒരു പെൻസിൽ കിട്ടിയാൽ ആ പെൻസിലിന്റെ നീളം അത് നോക്കി കളയും കേട്ടില്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്ന PSC പരീക്ഷയ്ക്ക് വരുമോ പെൻസിലിന്റെ നീളം? ഇല്ല അല്ലേ. സ്കൂളിൽ പഠിക്കുന്ന അപ്പോൾ അതേപോലെ തന്നെ ഒരു നോട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീളം വീതിയും ഞാൻ അപ്പം നോക്കിക്കളി. കാരണം ഇത് എന്തോന്നും അറിയില്ല, എനിക്ക് എങ്ങനെയത് തോന്നിയെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ എല്ലാത്തിനെ പറ്റി ഒരു ധാരണ വരുന്നുള്ള ബോധം പിന്നെ എനിക്ക് വന്നു. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ പോലും അതിൻ്റെ നീളം വീതിയും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല അല്ലേ. നമ്മൾ അതിനകത്തുള്ള എല്ലാം ചെല്ലി എടുക്കും, എനിക്ക് ഗൂഗിളിൽ പോയിട്ട് അതിനകത്ത് യൂട്യൂബ് എടുക്കും, അതിനകത്ത് സൗണ്ട് വോളിയം കാര്യങ്ങളെല്ലാം കൂട്ടുക കുറക്കൊക്കെ ചെയ്യാൻ എല്ലാം ചെയ്യും. പക്ഷേ അതിന് നീളം വീതി ആയിരിക്കും അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനിത് എപ്പോഴും ഇങ്ങനെ എല്ലാം നോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ മോനോട് ഞാൻ പറയും, മോനെ എന്ത് ചെയ്യണമെന്നറിയോ, എല്ലാത്തിനെ പറ്റിയും ധാരണ ഉണ്ടാവണം. ജിൻഷിൻ ഹാപ്പി അല്ലേ? ഓ ഓക്കെ. അപ്പോൾ ജിൻഷിൻ പറഞ്ഞ പോലെ വലിയൊരു സൗണ്ട് എഞ്ചിനീയറായിട്ട് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് വീണ്ടും ഇതേ ഫ്ലോറിൽ നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാവട്ടെ. ഓക്കെ. അപ്പോൾ ചേട്ടാ വളരെ സന്തോഷം. കാരണം ഒരു ഹാപ്പി ഫാമിലി, കാരണം എങ്ങനെയാണ് ഒരു ഹാപ്പി ആയിട്ട് ഒരു ഫാമിലിയെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ മക്കളെ, അത് നമുക്ക് ഇവരുടെ ഫേസ് നോക്കി തന്നെ മനസ്സിലാവും ഇവരെന്തുമാത്രം ഹാപ്പിയാണെന്ന്. ഒരു അച്ഛൻ്റെ മുന്നിൽ ഒരു മകനൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെർവസും ഒരു പേടിയോ ഒന്നുമില്ല, ഭയങ്കര കൂളായിട്ടൊക്കെയാണ് ആളിരിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രചോദനം എല്ലാവർക്കും കിട്ടട്ടെ. കാരണം പല അച്ഛന്മാർക്കാണെങ്കിലും അതൊരു പ്രചോദനമാവട്ടെ. കാരണം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മറ്റൊരാളുടെ കയ്യിലോട്ട് കൊടുക്കാതെ അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് അവരുടെ മിസ്റ്റേക്കുകൾ എന്താണ്, ആ തെറ്റുകൾ എങ്ങനെ തിരുത്തണം. നമ്മൾ ചീത്ത പറയുമ്പോഴാണല്ലോ അവർക്ക് അത് ഒരുപാട് ഫീൽ ആവാത്ത രീതിയിൽ വരുള്ളൂ. അപ്പോൾ വളരെ സന്തോഷം. സന്തോഷം.